അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ട്രിപ്പ് കിട്ടിയത്. അത് ഏകദേശം ഒരു 6 കിലോമീറ്റർ ട്രിപ്പായിരുന്നു. അപ്പോൾ ട്രിപ്പ് തീരാഞ്ഞ് 16 മിനിറ്റും കൂടി ഉള്ളപ്പോൾ നമുക്ക് വേറെ ട്രിപ്പ് വരുന്ന ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇനി 3.5 കിലോമീറ്റർ കൂടി ഉണ്ട്, 15 മിനിറ്റ്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് വന്നു. ആ ട്രിപ്പ് നമ്മൾ എടുത്തു. അത് എടുത്ത് നമ്മൾ കുറച്ച് തന്നെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേനും ആ ട്രിപ്പ് ഓട്ടോമാറ്റിക്കലി അല്ലാതെ കസ്റ്റമർ ക്യാൻസൽ ചെയ്യും. കാരണം ഇത്രയും സമയം എടുക്കുമല്ലോ. അപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. അതിന് ശേഷം നമ്മൾ പിന്നെ മൂവ് ചെയ്തപ്പോൾ അടുത്ത ട്രിപ്പ് വന്നു. അതെടുത്തില്ല. കാരണം കുറേ ട്രിപ്പ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് 15 മിനിറ്റത്തേക്ക് ബ്ലോക്ക് ആവും. അതെടുത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ട്രിപ്പും കൂടെ വന്നു, അതും എടുത്തില്ല. അപ്പോൾ ഈ ട്രിപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ നല്ല ട്രാഫിക്കിലേക്കാണ് കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനൊരു ട്രിപ്പ് വന്നു, അത് നമ്മൾ എടുത്തു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രിപ്പായിരുന്നു. ആ ട്രിപ്പ് നമ്മൾ എടുത്തു. അത് എന്തോ യോഗത്തിന് ആ ട്രിപ്പ് എടുത്തയാൾ ക്യാൻസൽ ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ട്രിപ്പ് കിട്ടി. ഇപ്പോൾ ഒരു 3 ട്രിപ്പ് നമുക്കിതുപോലെ ഒരു 4-5 ട്രിപ്പ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ വന്ന ട്രിപ്പ് എടുത്തില്ലെങ്കിൽ വീണ്ടും ട്രിപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പം ട്രിപ്പ് ഇങ്ങനെ നമുക്ക് കൂടുതൽ വരുമ്പോഴത്തേനും നമ്മുടെ ആക്സെപ്റ്റൻസ് റേറ്റ് കുറയും. ട്രിപ്പ് എടുത്തിട്ട് കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്കും ചെയ്യും. 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്. ഇതാണ് അവസ്ഥ.